കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 2 കൊരിന്ത്യർ 1-ാം വാക്യങ്ങളിൽ ഏതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ആശ്വാസദായകനായ ദൈവത്തെക്കുറിച്ച് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസിന്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അകത്തും പുറത്തും കഷ്ടതയുടെ തീവ്രത അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ അതിന് നടുവിൽ താൻ ദൈവത്തിൽ ധൈര്യപ്പെടുന്നത്, ദൈവത്തിന്റെ ആശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ ദൈവത്തിന് വേണ്ടി മുൻപോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ കഷ്ടതയിൽ, തന്റെ കഷ്ടതയുടെ തീവ്രതയിൽ തന്നെ ശക്തനാക്കുന്ന ദൈവത്തിന്റെ സമാധാനത്തെക്കുറിച്ചും ആശ്വാസത്തെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്, കഷ്ടതകൾക്ക് പരിഹാരം നൽകുന്ന ദൈവമാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പലവിധമായ പ്രശ്നങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് മനസ്സിനെയും അത് ഹൃദയത്തെയും എല്ലാം അത് ബാധിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ മുറിവുകളെ, ഹൃദയത്തിന്റെ മുറിവുകളെ പരിഹരിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കഷ്ടങ്ങളുടെ തീവ്രതയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിന് മുറിവുകൾ സംഭവിക്കുമ്പോൾ ആ മുറിവിനെ കെട്ടുവാൻ, ഇടിയുന്ന മനസ്സിനെ കെട്ടുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അവൻ തകർന്ന മനസ്സിനെ, തകർന്ന ഹൃദയത്തെ, മുറിഞ്ഞ മനസ്സിനെ കെട്ടുവാൻ യേശു ശക്തനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. അതെ, 138 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ മുറിവുകളിൽ, തന്റെ പ്രതിസന്ധികളിൽ, തന്റെ വേദനകളിൽ, ആശ്വാസമറ്റ മേഖലകളിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നും പ്രാർത്ഥനയ്ക്ക് തന്നെ മറുപടി ലഭിച്ചപ്പോൾ അവിടെ താൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. എന്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ, എന്റെ രോഗങ്ങളുടെ നടുവിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ, എന്റെ ഭയത്തിന്റെ നാളുകളിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ, എന്റെ ജീവിതത്തിന്റെ ഉള്ളിലെ ബലം നഷ്ടപ്പെട്ട മേഖലകളിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ, എന്റെ ഉള്ളിൽ നീ എനിക്ക് ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തായാലും അതീവ ദുഃഖത്തിന്റെ മേഖലകളാണോ, പ്രതിസന്ധികളാണോ, ജീവിതത്തിന് മുമ്പിൽ ഇരുളടഞ്ഞ അനുഭവങ്ങളാണോ, കൂരിൽ താഴ്വരകളാണോ, കണ്ണുനീരിന്റെ അനുഭവങ്ങളാണോ, അവിടൊക്കെയും വെളിച്ചമായി, അവിടൊക്കെ സഹായമായി, അവിടൊക്കെ പരിഹാരമായി, അവിടൊക്കെ ബലപ്പെടുന്ന ദൈവമായി കൂടെ വരുവാൻ, ആശ്വസിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യേശു പറയുന്നു സാത്താനെ കുറിച്ച്. സാത്താനെ കള്ളൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ സാത്താൻ മോഷ്ടിക്കുന്നു, ആരോഗ്യത്തെ മോഷ്ടിക്കുന്നു, സമാധാനത്തെ അവൻ മോഷ്ടിക്കുന്നു, അവൻ അറുക്കുന്നു, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു, അവൻ മുടിച്ചുകൊണ്ടിരിക്കുന്നു, സമാധാനം കെടുത്തിക്കൊണ്ടവൻ പോരാടുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള സാത്താന്റെ പ്രവൃത്തികളുടെ നടുവിൽ യേശു പറയുകയാണ്, ഞാൻ വന്നത് ജീവൻ നൽകുവാൻ വേണ്ടിയാണ്, സമൃദ്ധിയായ ജീവൻ. അതേ, മരണത്തിൽ ജീവൻ, ആരോഗ്യത്തിൽ ജീവൻ, ഹൃദയത്തിനകത്ത് ജീവൻ. ആമേൻ. മരണത്തിന്റെ താഴ്വരകളിൽ ജീവൻ നൽകി സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തായാലും അവിടെല്ലാം നിങ്ങൾക്ക് ധൈര്യം തരുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ, സമാധാനം തരുവാൻ, തലമുറകളെ അനുഗ്രഹിക്കുവാൻ യേശു വിശ്വസ്തനാണ്.
യെശയ്യാ പ്രവചനം 66 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ എങ്ങനെയാണ് അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കുഞ്ഞിന്റെ വേദന അറിഞ്ഞ്, കുഞ്ഞിന്റെ സ്വഭാവം അറിഞ്ഞ്, കുഞ്ഞിന്റെ വേദനയുടെ ആഴമറിഞ്ഞ്, അവന്റെ വിശപ്പിന്റെ ആഴമറിഞ്ഞ്, അവനെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, മടിയിലിരുത്തി ആശ്വസിപ്പിക്കുന്നത് പോലെ, വേദനകളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, ചിന്താകളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ ആഴങ്ങളുടെ നടുവിൽ അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതേ, നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയുടെ മേഖലകളിൽ എത്രയോ പേർ ആശ്വാസമറ്റവരായി കടന്നു വന്നു. വേദനയുടെ തീവ്രതകൾ, കുഷ്ഠരോഗികൾ, മനോരോഗികൾ, രോഗത്തിന്റെ ആഴങ്ങളുടെ വലിഞ്ഞവർ. അതേ, നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, 12 വർഷക്കാലം രക്തസ്രവ രോഗത്താൽ ആശ്വാസമറ്റ ഒരു സഹോദരി, ജീവിതത്തിന് എല്ലാം നഷ്ടപ്പെട്ട സഹോദരി, തനിക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത്, ഭവനം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, സ്നേഹങ്ങൾ നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ മരണത്തിന്റെ വ്യാപാരം അനുഭവിച്ച് മുൻപോട്ട് പോകുന്ന സഹോദരി. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വിശ്വാസത്തോടെ അവൾ ചെല്ലുന്നു. വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം പ്രാപിച്ചുകൊണ്ടാണ് അവൾ ചെല്ലുന്നത്. അവിടെ വേദനകൾക്ക് പരിഹാരം ലഭിച്ചത് യേശുവിനെ തൊട്ടപ്പോഴാണ്, യേശുവിനെ വിളിച്ചപേക്ഷിച്ചപ്പോഴാണ്. വിശ്വാസത്തോടെ അവൾ യേശുവിനെ തൊട്ടു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കഷ്ടങ്ങളുടെ തീവ്രതയിൽ, അവിടെ രോഗത്തിന്റെ തീവ്രതയിൽ, അവരുടെ മരണത്തിന്റെ കടികൾ പൊട്ടിക്കുമാറ് പരിഹാരം ലഭിച്ചത് യേശുവിനെ തൊട്ടപ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളുമാകട്ടെ, യേശുവിനെ നിങ്ങൾ തൊടുമോ? യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമോ? പരിഹാരം യേശുവിന്റെ പക്കലുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരമരുളി. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ബലഹീനായി പോയപ്പോൾ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യേശു കർത്താവ് എന്നെ ബലപ്പെടുത്തി. അതേ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ ദൈവമുണ്ട്, കർത്താവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നിരാശയിൽ തളർന്നു പോകരുത്, കഷ്ടങ്ങളിൽ തളർന്നു പോകരുത്, രോഗത്തിൽ തളർന്നു പോകരുത്, നിരാശയുടെ പടികുടിയിലേക്ക് സാത്താൻ നിങ്ങളെ തള്ളിവിടരുത്. യേശു നിങ്ങളെ പിടിക്കുവാൻ, ആമേൻ, ആഴത്തിലേക്ക് മുങ്ങിപ്പോകുന്നതിനെ പിടിക്കുവാൻ യേശുവിന്റെ കരത്തിന് ശക്തിയുണ്ട്. അവനിലേക്ക് ചെല്ലുക, അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവേ, എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുമാറാകണമേ. അവിടെ കഷ്ടങ്ങളിൽ ആശ്വാസം നൽകണമേ, രോഗത്തിൽ സൗഖ്യം കൊടുക്കണമേ, തലമുറകളെ വിടിവിക്കണമേ. നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ചെറിയ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ കെ. സാമുവേൽ.